നമസ്കാരം. നയന ക്രിയേഷൻസിലെ ഓണം സ്പെഷ്യൽ ഓലനാണ് ഇന്നത്തെ റെസിപ്പി. ഇനി ഓല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം കുമ്പളങ്ങ തോലൊക്കെ കളഞ്ഞ് ഉള്ളിലെ കുരുവും ഒക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ പാനിലേക്ക് കുമ്പളങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് പ്രഷർ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വേറെ സാധാരണ ഒരു പാത്രത്തിൽ ആക്കി വെച്ചാലും മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പ്രഷർ പാനിൽ വെക്കണ കാരണമാണ് വെള്ളം ഇത്രയും കുറച്ച് ചേർക്കുന്നത്. കുക്കർ അടച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ആവി വരുമ്പോൾ വെയിറ്റ് ഇടുക. അത് കഴിഞ്ഞാൽ പ്രഷർ ഇൻഡിക്കേറ്റർ പൊങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. വലിയ ചൂടൊന്നും ആറിയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. കുമ്പളങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല. ഇപ്പോൾ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുമ്പളങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. വെള്ളരിക്കയോ മത്തങ്ങയോ എന്ത് വേണമെങ്കിലും ഓലം വയ്ക്കാൻ എടുക്കാം. മത്തങ്ങയും കുമ്പളങ്ങയും രണ്ടും കൂടി ചേർത്തിട്ടും വേണമെങ്കിൽ ഓലം വയ്ക്കാം. ഇപ്പോൾ കഷ്ണങ്ങൾ ഉപ്പൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ അധികം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ കുമ്പളങ്ങ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഇത്തിരി കൂടുതൽ വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് കുമ്പളങ്ങയല്ല ഏത് കഷ്ണമായാലും കഷ്ണങ്ങളും പാലും കൂടിയിട്ടൊന്ന് യോജിച്ച് കിടക്കണം. കുറേ അധികം വെള്ളമായ നന്നായിരിക്കില്ല അത്. ഇപ്പോൾ ഇതിന് തേങ്ങാപ്പാലാണ് ഇതിൻ്റെ സ്വാദ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് തേങ്ങയിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായി അരിച്ചെടുത്ത പാലാണിത്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതേപോലെ തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളി ഓലൻ റെഡിയായി. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഓലൻ ഉണ്ടാക്കി നോക്കുകയല്ലേ. അപ്പോൾ ഈ ഓലൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാ പ്രാവശ്യം പറയണ പോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അടുത്ത റെസിപ്പിയും ഒരു ഓണവിഭവം തന്നെയാണ് കേട്ടോ. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.